ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മളൊരു അംബ്രല കട്ട് ഫ്രോക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒരു അംബ്രല കട്ട് ഫ്രോക്ക് ഇട്ടിരുന്നു. അതിൽ നിന്ന് നമ്മൾ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. 5 തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ലൈനിങ് ക്ലോത്തിനെ ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ഒന്നും കൂടി ഫോൾഡ് ചെയ്തു. കാരണം ഇവിടെ നമ്മൾ ബാക്കിൽ സിബ്ബോ അല്ലെങ്കിൽ ഹുക്കൊന്നും കൊടുക്കുന്നില്ല. അതിന് പകരം വേറൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ബോഡീസ് ലെങ്ത്ത് വന്നിട്ട് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മുകളിലൊരു 1/2 ഇഞ്ചും താഴെ സ്കേർട്ട് പാർട്ടിനോട് ജോയിൻ ചെയ്യാനുള്ള ഒരു 1/2 ഇഞ്ചും കൂട്ടിയിട്ട് നമ്മൾ 11 ഇഞ്ചിൽ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ ബാക്കിൽ സിബ്ബോ അല്ലെങ്കിൽ ഹുക്കൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ബാക്കിലേക്ക് വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് അതിലൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ വെച്ച ശേഷം വേണം നമ്മളുടെ ഈ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കാൻ. അപ്പോൾ നേരത്തെ വീഡിയോസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. സീം അലവൻസ് അടക്കമാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 5 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് തയ്ച്ച് കഴിയുമ്പോൾ 2.25 നിൽക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ 2 ഇഞ്ചിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കം വരുന്നത് ടോട്ടൽ 5 ഇഞ്ചാണ്. അതായത് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനും ബാക്കി 4.5 ഇഞ്ച് കൈക്കുഴിക്കും വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെയും കൂടി കറക്റ്റായിട്ട് 5 തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ ഈ ഒരു ഷോൾഡർ സ്ലോപ്പ് ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോൾ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യാറില്ല. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യാനുള്ളത്. ചെസ്റ്റ് റൗണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റിന് 4 കണ്ടിട്ട് ഇവിടെ കുട്ടി ആയതുകൊണ്ട് 1/2 ഇഞ്ച് ലൂസാണ് ഞാൻ ജസ്റ്റ് കൂട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ 5.5 പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ്, അതേപോലെ വേസ്റ്റിൻ്റെ അവിടെ 5.25 പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ബാക്ക് ആം ഹോള് ജസ്റ്റ് ഒന്നിങ്ങനെ താഴേക്കൊരു സ്ലോപ്പ് വരുന്ന രീതിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്യാനായിട്ടൊരു 1/4 ഇഞ്ച് ഒന്നുള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ആ കൈക്കുഴിയുടെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് കേട്ടോ ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് 2 ഇഞ്ച്. ഇനി നെക്ക് ഡെപ്ത്താണ് മാർക്ക് ചെയ്യാനുള്ളത്. നെക്ക് ഡെപ്ത്ത് നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ റെഡി ആയി കഴിയുമ്പോൾ വരേണ്ടത് അതിനെക്കാട്ടിലും ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. അതായത് എനിക്കിവിടെ ബാക്കിൽ 2 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഫ്രണ്ടിൽ 3 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ലെങ്ത്ത് വരും. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നത് എപ്പോഴും ആ മുകളിലുള്ള 1/2 ഇഞ്ച് സീം അലവൻസിൻ്റെ താഴേക്കായിരിക്കണം, അല്ലെങ്കിൽ ഇത് തെറ്റിപ്പോവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് ആം ഹോൾ ആദ്യം കട്ട് ചെയ്യുക. അതേപോലെ താഴെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത ശേഷം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലാസ്റ്റ് തൂങ്ങി നിൽക്കും. ഇനി നമ്മളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ ഇതുപോലെ നോച്ചസ് കൊടുക്കുക. നോച്ചസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കുകയാണ് എല്ലാ തുണിയും കൂടി പിടിച്ചിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ പോയിൻറ്റ്സ് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഞാനിവിടെ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെയും കൂടി ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിൻ്റെ നെക്കും അതേപോലെ ആം ഹോളും കുഴിച്ചു വെട്ടണമെന്ന് വെട്ടി കൊടുക്കാം. അതേപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാതെ ഈ ഒരു പീസ് അവിടെ നിർത്തുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ല ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കഴുത്തകലൊക്കെ മാറാതിരിക്കും. ഇതുപോലെ നമ്മൾ ആം ഹോൾ കുഴിച്ചു വെട്ടി. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിതാ ഇങ്ങനെ കൊടുത്തിട്ട് ചെറിയൊരു ഡിസൈൻ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഹുക്ക് കൊടുക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അവിടെ നമുക്കൊരു ബട്ടണോ അല്ലെങ്കിൽ ഒരു ഡോറിയൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കഴുത്ത് കൂടെ ഇടാൻ പ്രശ്നം ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി മാർക്ക് ചെയ്യാനുള്ളത് സ്ലീവാണ്. സ്ലീവ് ഞാൻ പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. പക്ഷേ ലൈനിങ്ങിൽ ഞാൻ സാധാരണ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നല്ല ക്ലോത്തിലേക്ക് വരുമ്പോൾ ഞാൻ പഫിൻ്റെ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ഇട്ടിട്ട് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് എനിക്ക് റെഡി ആയിട്ടുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചിൽ ഒരു വര വരച്ചിട്ടുണ്ട്. കാരണം മുകളിലൊരു 1/2 ഇഞ്ചും താഴെ ഒരു 1/2 ഇഞ്ചും തയ്യൽ തുമ്പിനായിട്ട്. എന്നിട്ട് 2 ഇഞ്ചിൽ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ ആം റൗണ്ട് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ ഇവിടെ 4.5 ആ 4.5 ഞാൻ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ സ്ലീവിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. അതുപോലെ താഴെ കൈ വണ്ണത്തിൻ്റെ പകുതിയും ഒരല്പം ഒരു 1/4 ഇഞ്ച് ലൂസിന് വേണ്ടി ചേർത്തിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നൊരു 1/2 ഇഞ്ച് മുകളിലേക്ക് പൊക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് കുട്ടി ആയതുകൊണ്ടും പിന്നെ പഫ് സ്ലീവ് ആയതുകൊണ്ടും ഞാൻ അത്രയ്ക്ക് കുഴിച്ച് മാർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് ജോയിൻ ചെയ്യുന്നു, കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കുക. ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ 2 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ലീവിനുള്ളതാണ് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ട ശേഷം നിങ്ങൾക്ക് 5 ഇഞ്ചോ 6 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് എത്രയാണോ പഫ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ഫാബ്രിക് ഇടാം. അതിന് ശേഷം നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ അതിൻ്റെ പാറ്റേൺ വെക്കുക. ഇവിടെ ആയിരിക്കും നമ്മളുടെ പഫ് വരിക. അപ്പോൾ 2 സൈഡും വരുമെന്ന് ഓർക്കണം. അത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. എന്നിട്ട് ഇതുപോലെ വെച്ച ശേഷം നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പീസായിട്ടേ ഉള്ളൂ. ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഈ പീസ് എടുത്തിട്ട് നമുക്ക് താഴേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ആ ജോയിൻറ്റിൻ്റെ അവിടെ നമ്മളൊരു സ്കാലപ്പ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പീസ് മടക്കി വെച്ചിട്ടുള്ള പീസിൻ്റെ അടുത്ത് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ നല്ല പീസിൻ്റെ അവിടെ തന്നെ എനിക്കിതുപോലെ തുണി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, ലെങ്ത്ത് കറക്റ്റായിട്ട്. അപ്പോൾ ഇതുപോലെ ലെങ്ത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, വിഡ്ത്തും നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പക്ഷേ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വശവും ഒരുമിച്ച് ചേരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളുടെ സീം അലവൻസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം, സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എത്ര സ്കാലപ്പ് വേണം എന്നുള്ളതും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. എത്ര സൈസിൽ വേണം, എത്ര എണ്ണം വേണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഏകദേശം 1.5 ഇഞ്ച് വലിപ്പമുള്ള സ്കാലപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേപ്പറിൽ അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് പാറ്റേൺ ആയിട്ട് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മെയിൻ ക്ലോത്ത് ഞാൻ ഫുൾ സർക്കുലറായിട്ടും ലൈനിങ് ഞാൻ സെമി സർക്കുലറായിട്ടുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ബോഡി പാർട്ടിലെ സീം അലവൻസ് ഒഴികെയുള്ള ഭാഗം 5.25 ഇഞ്ചാണ്. അതാണ് നമ്മളുടെ വേസ്റ്റ് റൗണ്ട്. 5.25 ഇൻറ്റു 4, കാരണം നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിടുന്നത്. അപ്പോൾ 5.25 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 21 ഇഞ്ച് കിട്ടും. പിന്നെ നമ്മുടെ സീം അലവൻസ് ആയിട്ടുള്ള 3 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് 24 ഇഞ്ച് കിട്ടും. ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് 2 സൈഡും സീം അലവൻസ് കൂടി ചേർക്കുമ്പോൾ നമുക്ക് വീണ്ടും 1.5 ഇഞ്ചാണ് ഇവിടെ കൂട്ടുന്നത്. നിങ്ങൾ എത്രയാണോ സീം അലവൻസ് ഇടുന്നത് അതായിരിക്കണം ഇവിടെ കൂട്ടേണ്ടത്. അതായത് ഇതുപോലെ സ്കേർട്ട് പാർട്ട് വരുമ്പോൾ നമ്മുടെ ഈ 2 സൈഡിലുള്ള സീം അലവൻസിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 27 ഇഞ്ചാണ് ഇതിൻ്റെ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് കിട്ടുക. പക്ഷെ നമ്മൾ ആ 27 ഇഞ്ച് അങ്ങനെ ഇട്ടിട്ട് റേഡിയസ് കാണരുത്. അതിന് പകരം അതിൻ്റെ വലിച്ചിലുള്ള ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ റൗണ്ടായിട്ടാണല്ലോ കട്ട് ചെയ്യണേ. അപ്പോൾ അത് നന്നായിട്ട് വലിയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സീം അലവൻസുകളെല്ലാം കൂട്ടിയിട്ട് ലാസ്റ്റ് കിട്ടുന്ന വേസ്റ്റ് റൗണ്ടിൽ നിന്ന് 1 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 26 ഇഞ്ച് കിട്ടും. ഇനി വേണം നമ്മൾ റേഡിയസ് കാണാൻ. അപ്പോൾ 26/6.28 നമ്മളുടെ ഫുൾ സർക്കിളിൻ്റെ റേഡിയസ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. മുകളിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ, എന്നാലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 26-നെ നമ്മൾ 6.28 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.14 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ അപ്രോക്സിമേറ്റ്ലി ഒരു 4.25 എന്ന് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഇതുപോലെ എഴുതി വെച്ചു. ഇത് മെയിൻ ഫാബ്രിക്കാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ലൈനിങ് ഫാബ്രിക്ക് ഞാൻ ചെയ്യുന്നത് ഹാഫ് സർക്കിളായിട്ടാണ്. ഹാഫ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 26 ഇഞ്ചിനെ നമ്മൾ 3.14 കൊണ്ടായിരിക്കണം ഡിവൈഡ് ചെയ്യുന്നത്. അതും കോൺസ്റ്റൻ്റ് ആണ്. ഈ 6.28ഉം 3.14ഉം എല്ലാ അളവിനും കോൺസ്റ്റൻ്റ് ആണ്, അത് മാറില്ല. അപ്പോൾ നമുക്കിവിടെ 8.28 സംതിങ് കിട്ടും. അപ്പോൾ അതും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാനതൊരു പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ ഫാബ്രിക്കെങ്കിൽ നമ്മൾ ആദ്യം ഇതുപോലെ വിഡ്ത്ത് വൈസ് ഫോൾഡ് ചെയ്ത ശേഷം പിന്നെ ലെങ്ത്ത് വൈസ് ഒന്നുകൂടി ഫോൾഡ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 4 ലെയർ ഓഫ് ക്ലോത്താണ് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മളിതിൻ്റെ ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം. മുകളിലെ ഈ കോർണറിൽ നിന്ന് വേണമെങ്കിലും മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഇവിടെ നിന്ന് വേണമെങ്കിലും മാർക്ക് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും.
അപ്പം ഇനി ഞാൻ മുകളിലെ കോർണറിൽ നിന്ന് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഫുൾ സർക്കിളിൻ്റെ കാര്യം ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു 4.1 ഉണ്ടല്ലോ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ഒരു എഡ്ജിൽ നിന്ന് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ആ ഭാഗത്ത് നിന്ന്, ആ റേഡിയസ് കണ്ട ഭാഗത്ത് നിന്ന് മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. അത് നമ്മുടെ സീം അലവൻസ് ആണ്. ബോഡി പാർട്ടുമായിട്ട് നമ്മൾ ഇത് ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് ആണ്. അത് ആദ്യമേ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ വെട്ടുന്ന സമയത്ത് അത് മറന്നു പോകും. ഇനി വേണ്ടത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള 4 അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിന്ന് ബോഡി പാർട്ട് കുറയ്ക്കണം. ബോഡി പാർട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഇഞ്ചാണ് നമ്മുടെ ബോഡി പാർട്ട്. എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 34 ഇഞ്ചാണ്. അപ്പോൾ 34-ന് 10 പോകുമ്പോൾ 24. അപ്പോൾ ആ 24 ഇഞ്ചിൻ്റെ കൂടെ താഴെ മടക്കി അടിക്കാനുള്ള ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യേണ്ടത് 24.5 ഇഞ്ചിലാണ്. ഇപ്പോൾ ഈ 24.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ താഴേക്കാണ്. പക്ഷേ അങ്ങനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ ഞാനിപ്പോൾ ആ തമ്പ് പിടിച്ചിട്ടുണ്ടല്ലോ, അതായത് ആ കോർണറിൽ നിന്ന് നമുക്ക് ഈ ഒരു 24.5 ഇഞ്ചും ബാക്കിയുള്ള 4.2 കൂടി ചേർന്നിട്ട് 28 സംതിങ് അല്ലേ വരിക, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി റൗണ്ട് വരെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തെറ്റില്ല. ഇതേപോലെയാണ് നമ്മളിനി ക്ലോത്ത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഫുൾ സർക്കിളായിട്ടാണ് കിട്ടുക. ഇത് നമ്മൾ എന്തായാലും 2 സൈഡ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ 2 പീസാക്കണം എന്നർത്ഥം. അപ്പോൾ ഇനി ഇത് ഇങ്ങനെയല്ല എൻ്റെ ക്ലോത്തിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ളൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇനി കട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ വ്യത്യാസം കൂടി പറയാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് താഴെ ജോയിൻറ്റ് വരും. അപ്പോൾ ഇത് നമ്മൾ ലൈനിങ് ആണ് ഇട്ടിരിക്കുന്നത്. ലൈനിങ് 2 മീറ്റർ ക്ലോത്ത് ഉണ്ടായിരുന്നു ഇതിൽ. പക്ഷെ നമുക്ക് 2 മീറ്ററിൻ്റെയും കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഹാഫ് സർക്കിൾ ആണ് ലൈനിങ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആയിട്ടുള്ള 8.28 പിന്നെ നമുക്ക് ലൈനിങ്ങിന് ഞാൻ 23 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നുള്ളൂ ടോട്ടൽ. അതും കൂടി ചേർക്കുമ്പോൾ കിട്ടുന്ന 31.28 അപ്പോൾ ഏകദേശം നമുക്ക് 32 ഇഞ്ച് തുണി മതി അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ 2 മീറ്റർ തുണിയുടെ ആവശ്യം നമുക്കില്ല. അപ്പം മടക്കി ഇടുമ്പോൾ നമുക്ക് 32 ഇഞ്ച് തുണി മതി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിപ്പോൾ 2 മീറ്റർ ആയതുകൊണ്ട് കുറച്ചേ ബാക്കി വരുള്ളൂ. നമ്മൾ കുറേ ഫാബ്രിക് ഒരുമിച്ച് എടുത്തിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത്. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ നേരെ പകുതിയായിട്ട് മടക്കിയിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ 32-33 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിടുമ്പോൾ ബാക്കി എക്സ്ട്രാ ക്ലോത്ത് നമുക്ക് കിട്ടും. ഇനി നമ്മളത് ആ കോർണറിലാണ് നമ്മൾ ഇപ്പോൾ 2 ആക്കിയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. ഇനി ആ കോർണറിൽ നമ്മൾ 8.28 പകരം 8.25 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആ കോർണറിൽ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ പോയിൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്ത് നോക്കുക നമ്മളുടെ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് കിട്ടുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഇത് ഇപ്പോൾ വരച്ച വരയുടെ മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വരയുടെ താഴേക്ക് വേണം നമ്മളുടെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ 23 ഇഞ്ച് എന്നുള്ളത്, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ 23 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ടേപ്പിനെ ആ കോർണറിലേക്ക് തന്നെ പിടിക്കുക. എന്നിട്ട് ഈ 23 ഇഞ്ചും മുകളിലുള്ള 8.25 ഇഞ്ചും കൂടി ചേർന്നിട്ട് നമുക്ക് ഏകദേശം 31.25 കിട്ടുക. ആ 31.25 ഇതുപോലെ നമ്മൾ ടേപ്പ് വെച്ചിട്ട് ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ കടന്നിട്ട് ഇരുന്നിട്ടൊക്കെ നമ്മൾ മാർക്ക് ചെയ്യേണ്ടി വരും, കുഴപ്പമില്ല. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് ഹാഫ് സർക്കിൾ കിട്ടുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ ജോയിൻറ്റ് വരെയാണ് ഈ ഒരു മെയിൻ ഫാബ്രിക്കിന്. കാരണം നമ്മൾ ഫുൾ സർക്കിളായിട്ടാണല്ലോ നമ്മുടെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിവിടെ ജോയിൻറ്റ് വരെയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻറ്റ് വരിക പറഞ്ഞാൽ താഴെ ഇതുപോലെ എക്സ്ട്രാ പീസ് നമുക്ക് തികയാതെ വരുമ്പോൾ നമ്മൾ ഈ പീസ് തന്നെ എടുത്ത് ജോയിൻ ചെയ്യേണ്ടി വരും. പൊതുവേ എനിക്ക് അങ്ങനെ ഡ്രസ്സിൻ്റെ താഴെ ആ ജോയിൻറ്റ് വരുന്നത് ഇഷ്ടമേ അല്ല, എന്തെന്നറിയില്ല. അപ്പം ഞാൻ അംബ്രല കട്ട് ഫ്രോക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് ഈ കാണുന്നത്.
അതായത് നമ്മൾ തുണിയെ വെറുതെ രണ്ടാക്കി മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിൽ 2.5 മീറ്റർ ഫാബ്രിക് ഉണ്ട്. പക്ഷേ വിഡ്ത്ത് കുറവായതുകൊണ്ടാണ് നമുക്കങ്ങനെ ജോയിൻ്റ് വരുന്നത്. വിഡ്ത്ത് കൂടുതലുള്ള ഫാബ്രിക് ആണെങ്കിൽ 4ആക്കി മടക്കിയിട്ടിട്ട് ഞാൻ ആ പേപ്പറിൽ കാണിച്ച പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് 4.2 എന്നുള്ള ആ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ വിഡ്ത്ത് കുറവായിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. അതായത് രണ്ടാക്കി മടക്കിയിട്ട ഫാബ്രിക്കിൻ്റെ 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു എഡ്ജിലും, അതായത് ഈ ഭാഗത്ത് ഞാനിവിടെ 4.2 മാർക്ക് ചെയ്തിട്ടുണ്ട് കോർണറിൽ. അതിന് ശേഷം നമ്മൾ സീം അലവൻസ് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ലെങ്ത് ആയിട്ടുള്ള 24.5 ഇഞ്ച് ഞാൻ ഇവിടെ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ കോർണറിൽ നിന്ന് 4.2 മാർക്ക് ചെയ്ത കോർണറും 24.5 കൂടി ചേർത്തിട്ട് നമുക്ക് 28.7 ആണല്ലോ കിട്ടുക. ആ 28.7 നമ്മൾ ആ കോർണറിൽ നിന്ന് ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതേപോലെ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും കൂടി ഇതേ മെത്തേഡിൽ ഒന്നും കൂടി റേഡിയസും അതുപോലെ ലെങ്ത്തും വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. താഴെ ജോയിൻ്റ് വരില്ല. വിഡ്ത്ത് കുറവായിട്ടുള്ള ഫാബ്രിക്കിൽ നമുക്ക് ചെയ്യാം. അതല്ലാതെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ സർക്കിളിൽ 2 പീസായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതിൽ പക്ഷേ ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 പീസായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് ബാക്കിലോട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഇനി ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഒരു പീസായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അത് ഫ്രണ്ടിലോട്ടും ഇത് ബാക്കിലോട്ടും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിരിവിൽ തന്നെ കിട്ടുകയും ചെയ്യും. താഴെയുള്ള ആ ഒരു വൃത്തികേട് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഞാൻ ക്ലോത്തിൽ പേപ്പറിൽ കട്ട് ചെയ്തല്ലോ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അതായത് അപ്പുറത്ത് കാണുന്ന ആ ഒരു പീസ് ഒറ്റ പീസായിട്ടാണ്, ഇവിടെ നമുക്ക് 2 പീസായിട്ടും കിട്ടും. അപ്പോൾ ഈ 2 പീസിനെ ഞാൻ ബാക്കിലോട്ടും ആ ഒറ്റ പീസായിട്ട് നിൽക്കുന്ന ഹാഫ് സർക്കിളിനെ ഞാൻ ഫ്രണ്ടിലോട്ടുമാണ് വയ്ക്കുക. അപ്പോൾ നമുക്ക് താഴെയുള്ള ഈ ഒരു കട്ടിങ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. വിഡ്ത്ത് കുറവായ ഫാബ്രിക്കിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.